2-3 ആഴ്ച കൂടുമ്പോഴൊക്കെ ജയശ്രീയെ കാണാൻ പോകും. അവിടെ പോയാൽ ഈ ഡിസ്കഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ചർച്ചയൊക്കെ. കുട്ടികൾ ആവശ്യം. അപ്പം ഞാൻ പറഞ്ഞ കുട്ടികളൊന്നും ആവശ്യമില്ല. കാരണം അതിനു വേണ്ടി ജനത, അപ്പോൾ ലോകം മുഴുവനും ജനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നുള്ള നമുക്ക് കണക്ക് പ്രകാരമൊക്കെ അങ്ങ് നിറച്ച് ജനങ്ങളല്ലേ, ഇഷ്ടംപോലെ ജനമാണ്. അപ്പോൾ ജനസംഖ്യ കുറയ്ക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകളും വാശിക്ക് കുടുംബാസൂത്രണം നടത്തുന്ന അന്ന് വാസക്ടമി എന്ന് പറയുന്നതൊക്കെ എന്താണ് സഞ്ജയ് ഗാന്ധിയുടെ മുൻകൈയിൽ ആൾക്കാരെ വാസക്ടമി ബലമായി ചെയ്തതിനെ പറ്റിയൊക്കെയുള്ള കേസും ഒക്കെ നിൽക്കുന്ന കാലമാണ്. അപ്പോൾ ആ നിലവാരത്തിലുള്ള ഡിസ്കഷൻസ് മുഴുവൻ നിൽക്കുന്ന സമയത്ത് കുട്ടികളെ എന്തിനാണ് ഉണ്ടാക്കേണ്ടത്, ഇത്രയധികം കുട്ടികളെ ഇനി അപ്പോൾ കുട്ടികളെ ഉണ്ടാക്കേണ്ട. പിന്നെ ഫാമിലി പ്ലാനിങ് എന്ന് പറയുന്നതൊക്കെ വന്നിരിക്കുന്നുണ്ട്. കുട്ടി വേണ്ട എന്നുള്ള നിലപാടാണ് ഞാൻ എടുത്തിരുന്നത്. ഞാനത് ഇങ്ങനെ സന്യാസത്തിൻ്റെ ഭാഗമായിട്ടും വന്നതുമാണ്. പക്ഷെ അല്ലാതെ തന്നെ സാമൂഹികമായ കാരണങ്ങൾ കൊണ്ട് തന്നെ കുട്ടികളെ ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നു. പക്ഷേ ജയശ്രീക്ക് പ്രസവിക്കാനുള്ള കഴിവുണ്ട്, അതെനിക്കില്ല. പിന്നെ പ്രസവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പം ഞാൻ വേണ്ട, കുട്ടി വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയശ്രീയുടെ ഈ തരത്തിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള അവകാശത്തിന് എന്ത് പറ്റും എന്നുള്ള ചർച്ചയായി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച്, ഇപ്പോൾ ആരുടെയെങ്കിലും ഒരു കുട്ടിയായാലും എനിക്ക് വഴക്കൊന്നുമില്ല. കാരണം ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്ത് വളർത്തുന്നതിന് എല്ലാവരെയും സ്നേഹിക്കാൻ അറിയാവുന്ന ഒരാളായിട്ട് ഞാൻ ഈ വേദാന്തമൊക്കെ പഠിച്ച് ജീവിക്കാൻ തുടങ്ങിയത് കാരണം കൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. എൻ്റെ തന്നെ കുഞ്ഞ് വേണം എന്നുള്ളൊരു വാശിയോടെ ചിന്തിക്കുന്നുമില്ല. പക്ഷേ കുട്ടിയെ വളർത്തണം എന്ന് പറയുന്ന ഒരു പ്രശ്നം. അപ്പോൾ കുട്ടികളെ വളർത്തുക എന്ന് പറയുന്നത് ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ മൂത്ത ചേച്ചിയുടെ മകനെ അമ്മ വീട്ടിൽ വളർത്തുന്നുണ്ടാകുന്ന ഒരു ടീച്ചിങ്ങിന് പോകുന്ന കാരണം കൊണ്ട് കുഞ്ഞിനെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ കുട്ടിയെ വളർത്തുന്നത് നല്ലൊരു പണിയാണെന്ന് ഞാൻ അന്ന് തന്നെ മനസ്സിലാക്കിയായിരുന്നു. പിന്നെ ഗുരുകുലത്തിൽ ജീവിക്കുന്ന സമയത്ത് ഒരു കപ്പിൾ, അവർ അമേരിക്കക്കാരാണ്. അവർ പോയൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീരെ കൈക്കുഞ്ഞ്, അതിനെങ്ങനെ ഈ പാളയിലൊക്കെ കുളിപ്പിക്കുന്നു എന്ന് പറയുന്ന നിലവാരത്തിലുള്ള വലിപ്പേ ഉള്ളൂ. ആ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഇവർക്ക് 2 പേർക്കും സത്യത അതൊന്നും അറിഞ്ഞൂടാ. കുട്ടിയെ കുളിപ്പിക്കുന്നതൊന്നും അവർ പഠിച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് അവർ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് അറിഞ്ഞൂടാ, അതിൽ കൂടുതൽ എനിക്കറിയാമെന്ന് മനസ്സിലായി. ഞാൻ ആ കുഞ്ഞിനെ കുളിപ്പിക്കുക ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തി, അതിനകത്ത് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് മനസ്സിലായത് ഞാനിത് ഈ അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ട് കുറേ കാര്യങ്ങൾ എനിക്കറിയാം. അപ്പോൾ അതിങ്ങനെ ചെയ്യാൻ അവർ ഹെൽപ്പ് ചെയ്ത് കണ്ട് 3 മാസത്തോളം ആ കുട്ടിയായിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ട്. അവരുടെ ഇവിടുത്തെ ടൂറിസ്റ്റ് വിസ തീർന്നപ്പോൾ കുഞ്ഞുമായിട്ട് പോകും. അതുവരെ ഈ കുട്ടിയെ വളർത്തുന്നതിനകത്ത് ഞാൻ പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത സമയത്താണ് 24 മണിക്കൂറും ശ്രദ്ധിക്കണം എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കുട്ടിയെ വളർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു പണിയേ അല്ല. അത് അവർ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കണം. കാരണം അവർ ഉണ്ടെന്ന് കാര്യം. അതുപോലെ തന്നെ അവർ ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ ശ്രദ്ധ ഇല്ലെന്നുണ്ടെങ്കിൽ കമന്നൊക്കെ ഈ തലയൊക്കെ ഇങ്ങനെ തിരിക്കാൻ പറ്റാതെ കിടക്കുന്ന സമയത്തൊക്കെ വല്ല തുണിയൊക്കെ മുഖത്ത് വീണ് കഴിഞ്ഞാൽ ശ്വാസം എടുക്കാതൊക്കെ പോകും. അപ്പം എപ്പോഴും ശ്രദ്ധിക്കണം. അതാണ് ഞാനീ പറയുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരാളാണ്, ഒരു കുഞ്ഞാണ്. നമുക്കൊരു വളരുന്ന ആ സമയം എന്ന് പറയുന്നത് ഒരു 5 വയസ്സ് വരെ മുഴുവൻ അറ്റൻഷനും കൊടുക്കേണ്ട ഒരു പണിയാണെന്ന് മനസ്സിലായി. ഒപ്പം തന്നെ ഗുരുകുലത്തിനകത്ത് അപ്പോൾ വിവാഹിതരായ ആൾക്കാരുണ്ട്. അപ്പോൾ ആ വിവാഹിതരായ ആൾക്കാർ കുഞ്ഞുങ്ങളവിടെ ഉണ്ട്. അതിനകത്ത് ഒന്ന് ഈ വിനയ ചൈതന്യയുടെ മക്കൾ മാർഗരറ്റ് എന്ന് പറഞ്ഞ് അവർ 2 പേരും കൂടെ, അവർക്കൊരു 3 കുട്ടികളുള്ളവരെയാണ് എനിക്ക്. 4ാമത് കുട്ടി ഉണ്ടായിരുന്നു. പക്ഷെ 3 കുട്ടിയുള്ളപ്പോഴാണ് എനിക്കറിയുന്നത്. അപ്പോൾ അതിനകത്ത് മൂത്ത കുഞ്ഞ് അവിടെ ഊട്ടിയിൽ കൊണ്ടുവന്ന് അവിടുത്തെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ആണെങ്കിൽ അന്നൊരു 3 വയസ്സ് 4 വയസ്സൊക്കെ ആയി. അപ്പോൾ അത് താഴത്തെയുള്ള കൊച്ചു സ്കൂളിലോട്ടാണ് വിടുന്നത്. അപ്പോൾ അവളെ കുളിപ്പിക്കുക, നനയ്ക്കുക, അവളെ പരിചരിക്കുക എന്ന് പറയുന്ന മുഴുവൻ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൊച്ചു കുഞ്ഞിനെയും പിന്നെ ഈ ഒരു 3-4-5 വയസ്സായുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്ത് ഒക്കെ കുട്ടിയെ വളർത്തി തലമുടിയൊക്കെ ചെയ്യി നമ്മൾ സ്കൂളിലേക്ക് വിടുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പോഴെല്ലാം ഇത് കാണുന്നുണ്ട്. കുട്ടികൾ വളർന്നാലേ രക്ഷയുള്ളൂ. അതുവരെ നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അറ്റൻഷൻ ആവശ്യമായ ഒരു പ്രവൃത്തിയാണെന്ന് നന്നായിട്ടറിയാം.
അപ്പം ഞാനൊരു സമയത്തൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഒരു 5 വയസ്സുള്ള ഒരു കുട്ടി ഉള്ള ഒരു സ്ത്രീയെ കിട്ടിയ പ്രേമിച്ച് അവരെ അങ്ങ് തിരഞ്ഞെടുത്താൽ ഈ പണി ചെയ്യാതെ പറ്റും എന്നൊക്കെ വരെ ആലോചിച്ച് പോയിട്ടുള്ളത്. പക്ഷെ അങ്ങനത്തെ ആളുകളൊന്നും അന്ന് കാണാത്ത കാരണം കൊണ്ട് അതൊന്നും നടന്നില്ല. അപ്പോൾ ആണ് ഞാനും ജയശ്രീയും തമ്മിൽ ഈ ഡിസ്കഷനൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ കുട്ടി ഉണ്ടായാൽ നല്ല പണിയാണെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ജയശ്രീ നല്ല ആർഗ്യുമെൻസാണ് വയ്ക്കുന്നത്. ജയശ്രീയും ഞാനും കൂടെ ഒന്നിച്ച് ചേർന്നെടുത്ത തീരുമാനമല്ല, ഞാൻ നേരത്തെ എടുത്ത തീരുമാനമാണ്. അപ്പോൾ അതിനകത്ത് ജനാധിപത്യപരമായ നിലപാടില്ല. അപ്പോൾ അതും ശരിയാണ്, കാരണം ജയശ്രീയുമായിട്ട് കൺസൾട്ട് ചെയ്തെടുത്ത ഒരു തീരുമാനമല്ല, എൻ്റെ തീരുമാനമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അത് അന്യായമായ നിലപാടാണെന്ന് ജയശ്രീ ആർഗ്യൂ ചെയ്ത്. അപ്പോൾ പിന്നെ അത് ഞാൻ സ്വീകരിക്കേണ്ടി വന്നു. അടുത്തതെന്ന് പറയുന്നത് 2 പേര് ചേർന്ന് ഒരു കുഞ്ഞുണ്ടാക്കിയാൽ പോപ്പുലേഷൻ കൂടത്തില്ല എന്ന് ഉള്ള കണക്ക് എവിടെയോ വായിച്ച്. അപ്പോൾ അതൊരു ശരിയുണ്ട്. അപ്പോൾ പോപ്പുലേഷൻ കൂടുകയില്ല. മറ്റൊന്നുള്ളതെന്ന് പറയുന്നത് 2 കുഞ്ഞുണ്ടായാൽ തന്നെയും റീപ്ലേസ് ചെയ്യത്തേ ഉള്ളൂ. 2.1 എന്ന് പറയുന്ന അത്രയും നമ്പർ ഒരാൾ, ഞാൻ 2 തൊട്ട് 3 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായാലേ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കണക്കും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഞാനെടുത്ത ഈ പോപ്പുലേഷൻ കൂടും എന്ന് പറയുന്നതൊന്നും ആർഗ്യുമെൻ്റ് ഒന്നും ശരിയാകത്തില്ല എന്ന് കാണുന്നത്. അപ്പോൾ പിന്നെ ഞാനത് ഒരു 3 ദിവസം ഭയങ്കര വഴക്കും മക്കാണൊക്കെ ഇട്ട് അവസാനം ഇത്തരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സൊക്കെ വന്ന് അന്ന് ജനാധിപത്യ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് തന്നെ ജയശ്രീയായിട്ട് ചേർന്ന് അന്ന് ഒരു കുഞ്ഞാകാം എന്നുള്ള തീരുമാനമൊക്കെ എടുത്ത് അത് തീരുമാനിച്ചു. അപ്പോൾ പോയിട്ട് പിന്നെ ഈ കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ചർച്ചയും കാര്യങ്ങളും അങ്ങനെയുള്ള ഡിസ്കഷൻസായി. അപ്പോൾ എങ്ങനെയാണ് കുട്ടിയെ വളർത്തുന്നത്, അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലൊക്കെ വായിക്കാനും പഠിക്കാനൊക്കെ തുടങ്ങി. അപ്പോഴാണ് വീട്ടിനകത്ത് പ്രസവം, അത് നാച്ചുറലായിട്ടുള്ള പ്രസവത്തിന് കഴിയുക, അതിനെപ്പറ്റിയുള്ള കാര്യം, പിന്നെ ആരാണോ കുട്ടിയെ ഉണ്ടാക്കുന്ന ആൾക്കാർ അവരും കൂടെ ചേർന്ന് കുഞ്ഞിനെ പ്രസവിപ്പിച്ചെടുക്കുക. അപ്പോൾ വീട്ടിനകത്ത് പ്രസവം ഉണ്ടാക്കുന്നത് നല്ലതാണെന്നൊക്കെ ഉള്ള തരത്തിലുള്ള വലിയ സിദ്ധാന്ത ചർച്ചകളും കാര്യങ്ങളൊക്കെ ലോകം മുഴുവൻ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ അതുപോലുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ഈ വീട്ടിനകത്ത് പ്രസവിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ഞാൻ അറിയുക. എന്നിട്ട് അത് ജയശ്രീയോട് പറഞ്ഞു. അപ്പോൾ ജയശ്രീ ഡോക്ടറായിരിക്കുന്ന കാരണം കൊണ്ട് ഒറ്റ എന്ന് പറഞ്ഞ്, അതേ ഈ പ്രസവിക്കുന്നത് ഒരു വലിയ റിസ്ക് ഉള്ളൊരു കാര്യമാണ്. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ നാച്ചുറലായിട്ട് ഒരു 99% പേരും ഒരു കുഴപ്പമില്ല. പക്ഷെ 1% പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടായാൽ നിൽക്കത്തില്ല. അതുപോലെ തന്നെ ചിലർക്കാണെങ്കിൽ ബോധം കെട്ടു പോവുക, അതുപോലെ തന്നെ അവർക്ക് മാനസികമായിട്ടുള്ള വിഭ്രാന്തികൾ ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ ഒക്കെ സംഭവിക്കുക. അത് ഞാൻ ഈ ഹോസ്പിറ്റലിനകത്ത് ജോലി ചെയ്യുന്നത് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെ പ്രസവിക്കുന്നതാണ് അതിൻ്റെ ശരി. അപ്പോൾ എനിക്ക് ഭയങ്കര, ഞാനാണെങ്കിൽ പാടുപെട്ടിട്ട് എങ്ങനെയാണ് ഗർഭം എടുക്കുന്നതെന്നൊക്കെ വരെ പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നടക്കത്തില്ല എന്ന് ജയശ്രീ പറഞ്ഞ്, അതൊരു ശാസ്ത്രീയമായ നിലപാടല്ല, അതൊരു മൂച്ചുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. പ്രകൃതിപരമായിട്ടുള്ള നിലപാടുകളൊന്നും, ശാസ്ത്രീയമായിട്ടുള്ള ഇത്തരത്തിലുള്ള അപകടം വരുന്ന സമയത്ത് നമുക്ക് ഇവരെയും കൊണ്ട് ഓടേണ്ടി വരും. അവർ കുട്ടികൾ അപ്പോൾ ഈ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും അതുപോലെ തന്നെ മദേഴ്സ് മോർട്ടാലിറ്റി റേറ്റും ഒക്കെ ജയശ്രീ എടുത്ത് കണക്കൊക്കെ വെച്ച് കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ പണി, അപ്പോൾ പിന്നെ അത് വേണ്ട, അത് ജയശ്രീയുടെ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങ് വിട്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയുള്ള ഇതുപോലുള്ള വിഷയങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രണയത്തിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള സാമൂഹ്യ മേഖലകളിലുള്ള സ്ത്രീ പുരുഷ ബന്ധത്തിനകത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും. അത് ഫെമിനിസവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, ജീവിക്കുമ്പോൾ ഓരോ നിമിഷത്തിനകത്ത് നടക്കുന്ന എക്സർസൈസസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പൊതുവായ ചർച്ചയായിട്ട് ഈ ബാബുവിൻ്റെ ക്വാർട്ടേഴ്സിലായത് കാരണം കൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നവരെല്ലാവരുമായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ത്രീ പുരുഷ ബന്ധത്തിനകത്ത് പ്രണയത്തിനെ പറ്റിയുള്ള ചർച്ചകൾ ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇതിൻ്റെ വ്യാപകമായ വ്യത്യസ്തപ്പെട്ട ചർച്ചയും ഈ സൊസൈറ്റി ഫോർ സോഷ്യൽ സ്റ്റഡീസിനകത്തും നടക്കുന്നുണ്ട്. ഫെമിനിസത്തിനെ പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ. അപ്പോൾ അത്തരത്തിലുള്ള ലേഖനങ്ങളൊക്കെ സച്ചിദാനന്ദനെ പോലുള്ള ആൾക്കാർ എഴുതുകയും അത് ഇവിടുത്തെ മാസികകളിലൊക്കെ വരികയൊക്കെ ചെയ്യുക. അപ്പോൾ അത് ഒരു ഡിസ്കഷനാണ്, നമ്മുടെ ഒരു ചിന്താധാരയും പ്രവർത്തനവും അങ്ങനത്തെ ഒരു സ്ഥലം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സൊസൈറ്റി ഫോർ സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറയുന്നതിനകത്ത് ഈ ആളുകളെല്ലാം പലയിടത്തുള്ളവരാണ്. അപ്പോൾ എല്ലായിടത്തും ഉള്ളവർക്ക് ഇവിടെ വന്ന് താമസിച്ച് എൻ്റെ
സ്ഥലത്ത് താമസിച്ച് ആഴത്തിലുള്ള പഠനം നടത്തണമെന്നൊക്കെ പറയുന്നത് അത് വളരെ കുറച്ച് പേര്, 2-3 പേര് മാത്രമാണ് എൻ്റെ കൂടെ വന്ന് താമസിച്ച് പഠനമൊക്കെ നടത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ ഈ തരത്തിലുള്ള ആക്ടിവിറ്റികൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പൊതുവായ 1-2 പ്രവർത്തനങ്ങളെ സത്യത്തിൽ അതിൻ്റെ ഒരു കോൺക്രീറ്റ് ആയിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ സമയം ഇപ്പോൾ ജയശ്രീ ആയിട്ടുള്ള ജീവിതത്തിൻ്റെ ഭാഗമായി അങ്ങ് തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന പോലായി. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പലതരത്തിൽ ഞാൻ ഈ ചിങ്ങോലി എന്ന് പറയുന്ന സ്ഥലത്തെ ഉള്ള വീടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളൊക്കെ നടത്തുന്ന അത് ശ്രദ്ധിക്കാനായിട്ട് സത്യത്തിൽ എനിക്ക് കഴിയാതെ വരുന്ന നിലവാരത്തിൽ മാറുകയും ചെയ്യുന്നുണ്ട്. ആ സ്ഥാപനം നടത്തിക്കൊണ്ട് അവിടെ കുറേ ആൾക്കാർ ഒന്നിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതത്തിനകത്തൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്ന തരത്തിലേ ഇപ്പം നടക്കുന്നുള്ളൂ. മാത്രമല്ല ഈ തിരുവനന്തപുരത്ത് ജയശ്രീയായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പ് നടക്കുന്ന സമരങ്ങൾ, കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിനകത്തൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനും ബാബുവിൻ്റെ ഭാസ്കരേന്ദ്ര ബാബുവിൻ്റെ ക്വാർട്ടേഴ്സിൽ താമസിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ആക്ടിവിറ്റിയിലേക്ക് നമ്മളിങ്ങനെ മാറുന്നുണ്ട്. അതൊരു സ്ലോ പ്രോസസ്സാണ്. ഈ സമയത്താണ് ഗുരുകുലം മാസിക വളരെ യാദൃച്ഛികമായിട്ട് എൻ്റെ കയ്യിൽ ഞാൻ ഇരുന്ന് വീട്ടിലിങ്ങനെ വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ആമുഖ കുറിപ്പ് അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അതിനകത്ത് കാണുന്നത്. അപ്പോൾ അതിങ്ങനെ വായിക്കുന്നുണ്ട്. പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വിഷയമാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ വായിച്ചപ്പോൾ ഞാനും ഭാസ്കരേന്ദ്ര ബാബുവും കൂടി ഇരുന്നിട്ട് അതിങ്ങനെ വായിച്ചിട്ട് ഇങ്ങനല്ലല്ലോ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇതിനെപ്പറ്റി ഒരു ക്രിട്ടിക്ക് എഴുതാം. അത് യതിക്ക് അയച്ചു കൊടുക്കും. കാരണം അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന മാസികയാണത്. അപ്പം ഈ പത്രാധിപ കുറിപ്പാണ് അത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു കുറിപ്പ് നമ്മളിങ്ങനെ ഒരെണ്ണം തയ്യാറാക്കി. യതിയുടെ വിമർശനം, ഇങ്ങനൊരു വിമർശനം ഇത് ഗുരുകുലത്തിനകത്ത് പ്രസിദ്ധീകരിച്ച് ഞങ്ങൾ വയ്ക്കുന്ന വിമർശനം പ്രസിദ്ധീകരിച്ച് അതിനൊരു മറുപടി തരണം. അപ്പോൾ ബാബു ഇങ്ങനെ പറഞ്ഞ് ഉയർന്ന നിലവാരത്തിലുള്ള ഡിസ്കഷൻ നമുക്ക് സാധ്യമായി എന്ന് വരാം. ഫിലോസോഫിക്കലായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്, ഒരു പൊളിറ്റിക്കലായിട്ട് നമ്മളത് പ്ലേസ് ചെയ്ത് ഡിസ്കസ് ചെയ്താൽ കേരളത്തിനകത്തൊരു നല്ല ഡിസ്കഷൻ ഉണ്ടായെന്ന് വരും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അയച്ചതാണ്. ഒന്നും സംഭവിച്ചില്ല. അടുത്ത മാസികയും കൂടെ വന്ന് ആ മാസികയ്ക്കകത്ത് അതുപോലെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മുഖക്കുറിപ്പാണ് ഇത്തവണയും കണ്ടത്. അപ്പോൾ അതിനും ഒരു വിമർശനം നമ്മൾ എഴുതി, അതും അയച്ച്. അപ്പോൾ ഇത് 2 അങ്ങോട്ട് അയച്ച സമയത്ത് പിന്നെ ഒരു കത്ത് വരുന്നത് വർക്കലയിൽ നിന്ന് മുനിനാരായണ പ്രസാദിൻ്റെ കത്താണ് വരുന്നത്. അത് പുള്ളി ഇങ്ങനെ കളിയാക്കിയാണ് നമുക്ക് ഒരു കത്തായിട്ട് അയക്കുന്നത്. ഇത്രയും വലിയ രാഷ്ട്രീയമായ വാക്കുകളൊക്കെ ഖടിതങ്ങൾ എന്നുള്ള പ്രയോഗമാണ്. രാഷ്ട്രീയ ഖടിതങ്ങളിൽ എഴുതി അയച്ചാൽ പാവം പിടിച്ചാൽ ഞങ്ങളിവിടെ പിച്ചക്കാശിന് മേടിക്കുന്ന പേപ്പറിനകത്ത് ഇതൊക്കെ പ്രസിദ്ധീകരിക്കാനൊക്കത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇങ്ങനെ കളിയാക്കി നമുക്ക് എഴുതിയിരിക്കുന്നതാണ്. അതിനകത്ത് സത്യത്തിൽ ഹ്യൂമറാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. പക്ഷേ ഭാസ്കരേന്ദ്ര ബാബുവിന് ഇത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് തോന്നി. കാരണം നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളൊരു വിമർശനം എഴുതി വെച്ച് യതിക്ക് അയച്ചപ്പോൾ അതിന് മറുപടി സീരിയസ് ആയിട്ട് വരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, കളിയാക്കിക്കൊണ്ടൊരു കത്ത് മുനിനാരായണ പ്രസാദിൽ നിന്ന് വരുന്ന കാരണം കൊണ്ട് ബാബു യതിക്ക് ഒരു കത്ത് എഴുതി. ഇങ്ങനൊരു ഡിസ്കഷന് വേണ്ടി നമ്മൾ എഴുതിയതാണ്. ആ കത്ത് അവിടെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ എന്താണ് വന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു സമൂഹം എന്ന് നമ്മൾ പറയാറുള്ളത് എപ്പോഴും ഈ പറയുന്ന ഒരു 10-50 പേരാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ളത്. അല്ലാതെ ബാക്കി നമ്മുടെ ഇമാജിനേഷനകത്ത് മാത്രമാണ് ഈ സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ അച്ഛൻ്റെ സുഹൃത്തുക്കളായിട്ട് കൂടെ പഠിപ്പിച്ചിരിക്കുന്നവരും അതുപോലെ തന്നെ കൂടെ പഠിച്ചവരുമായിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് അപ്പം അച്ഛന് ഈ എടുക്കുന്ന തീരുമാനം അച്ഛൻ്റേതാണെന്ന് ഓൺ ചെയ്യാനൊക്കാത്ത ഒരു പ്രശ്നമാണല്ലോ. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, അച്ഛൻ അറിയുന്ന സുഹൃത്തുക്കളെയും അച്ഛൻ ബഹുമാനിക്കുന്നവരെന്ന് വിചാരിക്കുന്ന ആൾക്കാരെ ഒന്ന് വിളിക്ക്, ഞാൻ പറയാമെന്ന് പറഞ്ഞു.
അപ്പോൾ എനിക്ക് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, അച്ഛൻ്റെ ഉത്തരവാദിത്തത്തിലല്ല ഇത് സംഭവിക്കുന്നതെന്ന് പറയണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ പോയി, എനിക്കൊന്നൊരു 25 പേരോളം വരും ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അവരെല്ലാവരുമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ്, ജയശ്രീയുടെ അച്ഛന് ഇനി ഞാൻ പറയുന്ന കാര്യത്തിനകത്ത് ഉത്തരവാദിത്വമില്ല, ഇത് ഞങ്ങളെടുക്കുന്ന ഒരു തീരുമാനമാണ് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ സ്ത്രീ പുരുഷ ബന്ധത്തിനെ പറ്റി എനിക്ക് മനസ്സിലായിട്ടുള്ള അന്ന് വരെ ഈ ഗുരുകുലങ്ങളിൽ ഇരിക്കുന്ന സമയത്തൊക്കെ ഭാര്യാഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും അവർ തമ്മിലുള്ള അടിയും വഴക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ഞാൻ പറഞ്ഞു. ഇതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള നിലവാരത്തിൽ തുല്യമായിട്ട് ആൾക്കാർ പരസ്പരം പെരുമാറേണ്ടതുണ്ട്, തിരഞ്ഞെടുക്കേണ്ടതുണ്ട് എന്നൊക്കെ പറയുന്ന വരികളൊക്കെ പറഞ്ഞ്, എന്നിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ്, ഞാൻ ഈ പറയുന്നതിനേക്കാളും മെച്ചപ്പെട്ട യുക്തികൾ നിങ്ങൾ പറയാമെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാം, അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യുന്നില്ല, ഞാനിങ്ങനെയായിരിക്കും ഇത് ചെയ്യുന്നത്. ഇതിനകത്ത് ജയശ്രീയുടെ അച്ഛന് പ്രത്യേകിച്ച് ഉത്തരവാദിത്തമില്ല, ഞങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. മാത്രമല്ല ഇനി നിങ്ങളിത് ഇങ്ങനല്ല, എൻ്റെയും എൻ്റെ എന്ന് പറഞ്ഞാൽ ഈ കൂട്ടുകാരായിരിക്കുന്നവർക്ക് അവരുടെ പങ്കാളികളുമായി നല്ല ബന്ധമാണ്, വീടെല്ലാം വളരെ സുഖമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ആരാണോ പറയുന്നത് അവരുടെ വീട്ടിൽ വരും, നിങ്ങളുടെ ഭാര്യമാരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ട് ഈ കാര്യത്തിനകത്തൊരു തീരുമാനം എടുക്കും, നിങ്ങൾ പറയുന്നത് സത്യസന്ധമായിട്ടാണോ അല്ലയോ എന്ന് പറയും. ഞാൻ എന്തായാലും ഇത്രയും പറയുന്നത്, അത് വ്യംഗ്യമായി ഇത്രയും പറഞ്ഞു വെച്ചത് കാരണം എനിക്ക് ഒരാളും പെണ്ടിയയില്ല, ഒരു ഡിസ്കഷനും നടന്നില്ല, എല്ലാവരും കേട്ടോണ്ടിരുന്ന് തലകുലുക്കി. അത് കഴിഞ്ഞിട്ട് ചായയും കാപ്പിയൊക്കെ അച്ഛനെ ഉണ്ടാക്കിയിട്ട് അവിടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ഒരു വടയോ ഉണ്ടാക്കി കഴിച്ച് എല്ലാവരും അങ്ങ് പിരിഞ്ഞു പോയി. അപ്പോൾ ഞാൻ ജയശ്രീയുടെ അച്ഛൻ പറഞ്ഞ്, പക്ഷേ ഇത് കൂട്ടുകാർ മാത്രമേ ഉള്ളൂ, ഇവിടെ ഉള്ളവരൊക്കെ എൻ്റെ സതീർത്ഥരായിരുന്നവരും പിന്നെ കൂടെ ജോലി ചെയ്തവരുമാണ്, കുറച്ച് ബന്ധുക്കളുണ്ട്, അവരെ കാണേണ്ടതുണ്ടെന്ന്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, എന്തായാലും ഞാൻ ഇത്രയും പേരോട് സംസാരിച്ചാലോ, ഞാൻ അച്ഛൻ്റെ കൂടെ വരാം, ഏത് ബന്ധുവിൻ്റെ അടുത്താണ് അവിടോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അച്ഛൻ്റെ ബന്ധത്തിലുള്ള കുറേ ഒരു 4-5 വീട്ടിൽ പോയി. എല്ലായിടത്തും ചെല്ലുമ്പോഴേ തന്നെ ഞാൻ പറഞ്ഞ്, ഈ നടക്കുന്ന കാര്യത്തിനകത്ത് ഈ അച്ഛന് ഉത്തരവാദിത്വം ഇല്ല, എനിക്കാണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെല്ലുന്ന കാരണം കൊണ്ട് തന്നെ പിന്നെ വീട്ടുകാർക്ക് സത്യത്തിൽ അച്ഛന് പരാതി ഇല്ലാത്ത തരത്തിലാണല്ലോ എന്നെ കൊണ്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ആ വീട്ടുകളിലെല്ലാം കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞ് ജയശ്രീയുടെ അമ്മയുടെ വീട്ടുകാരുണ്ട്, അവിടെയും പോയി പറയണമെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി, അത് പത്തനാപുരത്താണ്. അപ്പോൾ അവിടെ ചെന്ന് ആദ്യത്തെ വീട്ടിൽ കയറിയപ്പോൾ തന്നെ ഈ ജയശ്രീയുടെ അമ്മയുടെ വീട്ടിൽ തന്നെ സംസാരിച്ചപ്പോൾ ഞാൻ അവരുടെ ഏതോ തരത്തിലൊരു അകന്ന ബന്ധുവും കൂടെ ആയിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലെന്നുള്ളത് മാത്രമല്ല, ഇവിടുന്ന് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ 2 പേര് വരുന്നുണ്ട്, ഇതാണ് സംഭവം എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ ഫോണിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് അറിയുന്നിടത്ത് എത്തിയോടെ അവിടുത്തെ വീടുകളിലെല്ലാം പിന്നെ ഞങ്ങൾ 2 പേർക്കും കൂടെ ചെല്ലുമ്പോൾ കാപ്പിയൊക്കെ തന്ന് പറഞ്ഞു വിടുക എന്നുള്ളത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. വേറെ ഒന്നും എനിക്ക് അധികം പറയേണ്ടിയൊന്നും വന്നില്ല. ആ ഒരു പ്രവർത്തനം ചെയ്തത് കാരണം കൊണ്ട് ഈ ജയശ്രീയുടെ അമ്മയ്ക്കും അച്ഛനും പ്രത്യേകിച്ചൊരു വലിയ പ്രശ്നമായിട്ട് അത് വരാതെ അങ്ങ് കടന്നുപോയി. അപ്പോൾ ഇവർ പറഞ്ഞ്, നിങ്ങൾ 2 പേരും കൂടെ ഒരു ദിവസം പോകണം. അപ്പോൾ അങ്ങനെ ഒരു പോകുന്ന ദിവസം ഞങ്ങൾ 2 പേരും കൂടെ ജീവിക്കാൻ തുടങ്ങി എന്നുള്ള നിലവാരത്തിലാണ് അവർ വിചാരിക്കുന്നതെങ്കിലും സത്യത്തിൽ ഞാനും ജയശ്രീയും തമ്മിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷത്തോളം കഴിഞ്ഞു. തിരുവനന്തപുരത്ത് ഞങ്ങൾ ജീവിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഈ ഡേറ്റിന് ഒരു മീനിങ് ഒന്നുമില്ല. എങ്കിലും ഒരു ദിവസം ഞാനും ജയശ്രീയും കൂടെ അവിടുന്ന് എഴുകോൺ എന്ന് പറയുന്നിടത്തായിരുന്നു ജയശ്രീയുടെ വീട്. അവിടുന്ന് ഒരു ബസ്സിൽ കയറി ഹരിപ്പാടേക്ക് പോയി. അപ്പം ജയശ്രീ കഴിഞ്ഞ ഒരു ദിവസം ഈ വിഷയം പറഞ്ഞപ്പോഴാണ്, ഞങ്ങൾ കയറിയ ബസ് സ്റ്റാർട്ടാകാതൊക്കെ ആയിപ്പോയായിരുന്നു. എന്നിട്ട് ഇറങ്ങി ഞങ്ങളെല്ലാവരും കൂടെ തെള്ളിയൊക്കെയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അതൊക്കെ പക്ഷെ ഞാൻ മറന്നൊക്കെ പോയായിരുന്നു. അപ്പോൾ അവിടുന്ന് ഹരിപ്പാട് ചെന്ന് എൻ്റെ അമ്മയും അച്ഛനും നിൽക്കുന്ന വീട്ടിലോട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. അത് വീണ്ടും ഇതുപോലെ ഓർത്ത് പറയുന്നതാണ്. എൻ്റെ കസിൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മകളുടെ കല്യാണം നടക്കുന്നുണ്ടായിരുന്നു, കൊല്ലത്ത് വെച്ചായിരുന്നു. അപ്പോൾ ആ കല്യാണത്തിന് ഞാനും ജയശ്വരും കൂടെ ചെല്ലുന്നുണ്ട്. അപ്പോൾ ഞങ്ങളവിടുന്ന് ഈ എഴുകോണിന് യാത്ര ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ്. അപ്പോൾ ആ കല്യാണത്തിന് കൂടിയവർ മുഴുവൻ ബന്ധുക്കളായിരിക്കുന്നവരാണ് കൂടുതൽ പേരും. അപ്പോൾ അത് കാരണം കൊണ്ട്
ഞാൻ അവിടെ ജയശ്രീയായിട്ട് ചെല്ലുന്ന കാരണം കൊണ്ട് ഒരുവിധമുള്ള അച്ഛൻ്റെ കൂട്ടത്തിലുള്ള ബന്ധുക്കൾ മുഴുവനും കൂടെ ഒന്നിച്ചങ്ങ് പരിചയമാകുന്നുമുണ്ട്. അപ്പോൾ ഒരു യാതൊരു ചിലവും ഇല്ലാത്ത ഒരു ഇൻട്രഡക്ഷൻ അങ്ങനെ നടന്നത്. അപ്പോൾ ഞങ്ങളിവിടുന്ന് യാത്ര ചെയ്ത് അച്ഛനും താമസിക്കുന്ന വീട്ടിൽ ചെല്ലുമ്പം അമ്മ ഓടിപ്പോയി ഒരു വിളക്കൊക്കെ ആയിട്ട് ഞങ്ങൾ ഒന്നിച്ച് കണ്ടപ്പോഴേ തന്നെ മനസ്സിലായി വരികയാണെന്ന്. അപ്പോൾ ഓടിപ്പോയി ഒരു വിളക്ക് എടുത്തുകൊണ്ട് വന്ന് കൊളുത്തി പിടിക്കാനൊരു ശ്രമമൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും ചെയ്യണ്ട, ഞങ്ങൾക്ക് ചടങ്ങ് സ്വന്തം ചടങ്ങ് വകയുണ്ട്. അപ്പം തന്നെ ഒരെണ്ണം ഇൻവെൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ വരുന്നു, ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, നിങ്ങളുടെ അനുഗ്രഹം വേണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അമ്മയും അച്ഛനും കൂടെ ഞങ്ങളുടെ തലയിലെ കൈയൊക്കെ വെച്ച് ഞങ്ങൾ അവിടെ നിന്ന് അപ്പോഴേ പോകുന്നു. എനിക്കൊന്ന് കാപ്പിയൊക്കെ ഭക്ഷണമൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് അപ്പം ഞാൻ സൈക്കിളിൽ പോകാവുന്നൊരു ഇതായിരുന്നു. ജയശ്രീയെ പുറയിൽ സൈക്കിളെ കയറ്റി പോകാം എന്ന് വിചാരിച്ച്. അപ്പോൾ ജയശ്രീ പറഞ്ഞ് ജയശ്രീക്ക് സൈക്കിളെ കയറിയിരുന്നു പരിചയമില്ല, അതുകൊണ്ട് ചിലപ്പോൾ ഉരുണ്ട് വീഴും. അതുകൊണ്ട് ഞങ്ങൾ ബസ്സിൽ കയറി ഇറങ്ങി. ഒരു 2 കിലോമീറ്ററോളം റോഡിൽ നിന്ന് നടന്നാണ് ഈ ചിങ്ങോലി എന്ന് പറയുന്ന വീട്ടിലെത്തത്തുള്ളൂ. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ടാക്സി പിടിച്ച് പോകാവുന്ന ഒരു വഴിയുണ്ട്. പക്ഷേ നമ്മൾ അന്ന് അങ്ങനെ ചിന്തിക്കുന്നില്ല, ഈ റോഡിലിറങ്ങി നടക്കുക എന്നുള്ളതാണ്. അപ്പം നടന്നുകൊണ്ടിരുന്ന സമയത്ത് അറിയാതാണ് ഏതോ ഒരു വീട്ടുകാർ ഹലോ സ്വാമി എങ്ങോട്ട് പോകുന്നു എന്നിങ്ങനെ ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞ് ഞാനും ജയശ്രീയും കൂടെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി ഇവിടെ വരികയാണ് എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടെ പെരയ്ക്കകത്തുള്ളവരെല്ലാവരും കൂടെ ഓടിയപ്പുറത്തിറങ്ങി. കാരണം പുത്തൻ പെണ്ണിനെ കാണുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അവരെല്ലാവരും കൂടെ കാണാനായിട്ട് വന്നപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ എനിക്ക് പെട്ടെന്നാണ് അതിങ്ങനെ ഒരു ഐഡിയ പോലെ അത് തോന്നി. ഞാനിങ്ങനെ പറഞ്ഞ് ആകെ ചിലവ് 15 രൂപയേ ഉള്ളൂ. കാരണം അവിടുന്ന് ബസ് അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ബസ്സിൽ കയറി ഈ അരിപ്പാട് കൊല്ലത്തുനിന്ന് വരുന്നതിന് അത്രയും രൂപയേ ഉള്ളൂ ചിലവ്. അപ്പോൾ അത്രയും ചിലവേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വലിയ ചിലവ് ചെയ്ത് നിങ്ങളൊന്നും കല്യാണം കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു ആശയമാണ് അപ്പോഴും കൊണ്ട് വന്നത്. അപ്പോൾ ഞാനതിങ്ങനെ പറയാൻ തുടങ്ങി. കാരണം ഇത് എത്രയും ലളിതമായി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം മാത്രമാണ്. നിങ്ങൾ ഈ ചിലവ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ആളുകൾ തന്നെത്താൻ ചെയ്യേണ്ട ഒരു പണിയാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഊന്നിയത് ഈ ചിലവില്ലാത്ത വിവാഹം കഴിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു യുക്തിയാണ് അപ്പോൾ പറഞ്ഞത്. അപ്പം അത് പറഞ്ഞ് അപ്പോൾ ആളുകളെല്ലാവരും കൂടെ നമ്മൾ ഇങ്ങനെ ഞാനപ്പോൾ ഇത് പറഞ്ഞ ഉടനെ അടുത്ത വീട്ടുകാർ കാണുന്നുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞു. അപ്പോൾ ഇത് പിന്നെ അങ്ങനെ പറയണമെന്ന് തോന്നി. കാണുന്നവരോടെല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ അപ്പം ഒന്നിച്ചു വരുന്നു. ലിവിങ് ടുഗദർ എന്ന് നമ്മൾ പറയുന്ന ഈ കാര്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത് പറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ പറഞ്ഞ് നമ്മളങ്ങ് അപ്പോൾ വീട് ഒരു കായലിൻ്റെ തീരത്ത് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടെ നിന്ന് അപ്പോൾ പടിഞ്ഞാറ് വശത്ത് കായലാണ്, തെക്ക് വശത്തും വടക്ക് വശത്തും കിഴക്ക് വശത്തും ഒന്നും ആൾക്കാരും വീട്ടുകാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന ഈ കിഴക്ക് വശത്തൂടാണ് അപ്പം ഞാൻ അത്രയും പേരോട് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ സാധാരണ നടക്കാൻ പോകുന്ന 1 കിലോമീറ്ററോളം ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ വരെയുള്ള സ്ഥലത്തോട്ട് തെക്കോട്ടും നടന്നു വടക്കോട്ടും നടന്നു കാണുന്ന വീട്ടുകാരോടെല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഒന്നിച്ച് ജീവിക്കാൻ വന്നു. അപ്പോൾ പ്രധാന തീമെന്ന് പറയുന്നത് ചിലവില്ലാതെ വിവാഹമൊക്കെ നടത്താൻ പറ്റും എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ഒറ്റത്തടി പാലമൊക്കെ ഉള്ള തെങ്ങിൻ്റെ ഒറ്റത്തടി അതിനകത്തൊക്കെ കയറി ഞാനും ജയശ്രീയും കൂടെ ജയശ്രീ വീണു പോകുന്നൊക്കെ തോന്നിപ്പോകുന്ന തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു 10-200 പേര് എല്ലാ സ്ഥലത്തു നിന്നും ഓടിക്കൂടി ഇതെന്തൊരു സംഭവം എന്ന് അറിയാനായിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് എന്നെ ഇങ്ങനെ അറിയപ്പെടുന്ന ഒരാളായിട്ട് അവിടെ ഉണ്ടാവുകയും അച്ഛൻ്റെ കുടുംബം അറിയപ്പെടുന്ന ഒരു കുടുംബമായിരിക്കുന്ന കാരണം കൊണ്ട് അവിടെയുള്ള സാധാരണ ആൾക്കാരെല്ലാവരും കൂടെ ഓടി വന്നു. അങ്ങനെ 10-200 പേരുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ പെരയ്ക്കകത്ത് ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ ഈ കൂട്ടുകാരായിരിക്കുന്ന പല പ്രേമിച്ച് വന്ന് താമസിക്കുന്നവരെല്ലാവരും കൂടെ താമസിക്കുന്ന സ്ഥലമായിട്ട് അത് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ഞങ്ങൾ വന്ന് താമസിക്കും. അന്നത്തെ ദിവസം അവിടെ താമസിച്ചിട്ട് ജയശ്രീ വീണ്ടും കോളേജിലോട്ട് പോകുന്നുണ്ട്. അവിടെ ആ സമയത്ത് ഞങ്ങൾ വിചാരിച്ച് ഈ വിഷയം എല്ലാവരെയും മറ്റുള്ളവരെ ഈ പറയുന്ന ഒരു കാര്യം വേറെ കൂട്ടുകാരും സുഹൃത്തുക്കളുമായിരിക്കുന്നവരെ എല്ലാം അറിയിക്കണമെന്ന് തീരുമാനിച്ചിട്ട് ആദ്യമായിട്ടാണ് സ്ക്രീൻ പ്രിൻറ്റിങ് എന്ന് പറയുന്ന സാധനമൊക്കെ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അറിഞ്ഞൊന്നും കൂടാ. അപ്പോൾ പ്രിൻ്റ് ചെയ്യുക ഒരു കടലാസിൽ എഴുതി പ്രിൻ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ച് അതിങ്ങനെ ഞാനും ജയശ്രീയും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ കാര്യം എല്ലാവരെയും അറിയിക്കുകയാണ്. നിങ്ങളുടേതായിട്ടുള്ള അനുഗ്രഹാശിസ്സുകളെല്ലാം ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ഒരു അറിയിപ്പാണ്. അപ്പോൾ ഒരു വശത്ത് എൻ്റെ അഡ്രസ്സും ഒരു വശത്ത് ജയശ്രീയുടെ അഡ്രസ്സുമാണ് കൊടുത്തിരിക്കുന്നത്. അമ്മയും അച്ഛനും ഒന്നുമില്ലാത്ത ഒരു കുറിപ്പടി. അതിനകത്ത് ഇത്രയാണ് ഞങ്ങൾ
ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന എഴുതുന്നതാണ്. അപ്പോൾ അതൊരു ഈ എന്താണ് മെറ്റാലിക് പ്ലേറ്റിൽ എഴുതിയാണ് അത്. ആ എഴുത്തെഴുതിയത് സുരേന്ദ്രബാബുവാണ്. അപ്പോൾ എന്നിട്ട് അതേലാണ് അത് പ്രിൻ്റ് ചെയ്ത് എടുക്കുന്നത്. അതിൻ്റെ മെക്കാനിസം ഈ സ്ക്രീൻ പ്രിൻറ്റിങ് ആണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും ഒരു 10-500 കോപ്പി നമ്മൾ ഉണ്ടാക്കി. എന്നിട്ട് ഒരു പകുതി ജയശ്രീക്ക്, ഒരു പകുതി ഞാനും എടുത്ത്, ഞാനാണെങ്കിൽ എനിക്കറിയാവുന്നവർക്കെല്ലാം അയച്ചു കൊടുക്കുകയും കാണുന്നവർക്കൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ കടലാസ് കഷ്ണം കൊടുക്കും. ജയശ്രീ അത് കൂട്ടുകാരായ കുറച്ച് പേർക്ക് കൊടുത്തിട്ട് ബാക്കി ഇങ്ങനെ ജയശ്രീയുടെ പെട്ടിക്കകത്ത് വർഷങ്ങളോളം ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ അതിൻ്റെ ഒരു കോപ്പി എൻ്റെ കയ്യിൽ ഇല്ലാതായിപ്പോയി. അല്ലെങ്കിൽ അതിൽ ആ ലെവലിലൊരു രസമുള്ള രേഖയായിരുന്നു. അത് പോയിപ്പോൾ ഞാൻ സൂക്ഷിച്ചിരുന്ന ഒന്നും ഞാൻ ഈ പിൽക്കാലത്ത് വീടൊക്കെ വിട്ടു പോയത് കാരണം കൊണ്ട് അങ്ങനത്തെയുള്ള രേഖകളൊന്നും ഇന്നില്ല. ജയശ്രീയുടെ കയ്യിലിരുന്ന രേഖകളാകട്ടെ അതെല്ലാം ചതില് കയറി പോവുകയും ചെയ്തു. അത് കാരണം കൊണ്ട് ഇപ്പോൾ രേഖയില്ലാത്ത ജീവിതമായിപ്പോൾ. ആ ഒരു കടലാസ് വിതരണം എല്ലാം ചെയ്ത് വീണ്ടും ജയശ്രീ പഠിക്കുന്ന കാര്യത്തിനകത്ത് അവിടെ തുടരുകയും ഞാൻ ഈ പറയുന്ന പഴയ ജീവിതം, ഇവിടുത്തെ കൃഷിയും അതുപോലെ തന്നെ പൊതുപ്രവർത്തനവും ഇതെല്ലാം കൂടെ രണ്ടും ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് തുടരുക എന്ന് പറയുന്നതാണ് പിന്നെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്ന ഒരു 6 മാസം കഴിഞ്ഞ സമയത്ത് ജയശ്രീ ഗർഭിണിയാകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഒരു പ്ലാൻഡ് ആണെന്ന് ചോദിച്ചാൽ അല്ല, പ്ലാൻഡ് ആയിട്ടുള്ളതല്ലായിരുന്നു അത്. പക്ഷേ ഈ കുട്ടി ഉണ്ടാക്കാനായിട്ടുള്ള ചർച്ചയൊക്കെ നമ്മൾ വളരെ വിശദമായി ചെയ്യപ്പെട്ടിരിക്കുന്ന കാരണം കൊണ്ട് പിന്നെ അത് തുടരാം എന്ന് തീരുമാനിക്കുകയും, മാത്രമല്ല പ്രായം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കാണുന്നുണ്ട്. എനിക്കപ്പം 33 വയസ്സും ജയശ്രീക്ക് 28 വയസ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു കുഞ്ഞിനുണ്ടാകുന്നതിന് അതിന് ഐഡിയലായിട്ടുള്ളൊരു ടൈമാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ മ്യൂട്ടേഷൻസൊക്കെ കൂടുമെന്നൊക്കെ ഉള്ള അറിവുള്ളത് കാരണം കൊണ്ട് ചിലപ്പോൾ വൈകല്യമുള്ള കുട്ടികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടും എന്നൊക്കെ അറിയുന്ന ഒരു സ്ഥലമുണ്ട്. അതുകൊണ്ട് കുട്ടി ഉണ്ടാകട്ടെ, തുടരട്ടെ എന്ന് തീരുമാനിച്ചു. അപ്പോൾ ജയശ്രീ ഈ ഹൗസ് സർജൻസി ചെയ്തിട്ടില്ല, അതിന് മുമ്പുള്ള സമയമാണ്. അപ്പം ആദ്യത്തെ എന്താണ് ഒരു വീട്ടിനകത്ത് താമസിക്കുക എന്ന് പറയുന്നതൊക്കെ നമ്മൾ വീട് എടുത്ത് തുടങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ, ഒന്നുമില്ലാതാണ് ഇതെല്ലാം സംഭവിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് ജയശ്രീക്കാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഈ എന്താണ് മോർണിംഗ് സിക്നെസ് എന്ന് പറയുന്ന ഭയങ്കരമായിട്ട് ഛർദ്ദിച്ച് നാശമായിരുന്നു. അപ്പോൾ വളരെ മെലിഞ്ഞൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ശുശ്രൂഷകളും കാര്യങ്ങളും എല്ലാം ചെയ്യണം. അങ്ങനെ ഒരു വീട് എടുക്കണം എന്ന് തീരുമാനിച്ച് അതിനെപ്പറ്റിയുള്ള പ്ലാനൊക്കെ ഇടുന്നുണ്ട്. എങ്കിലും ജയശ്രീയുടെ വീട്ടിലും ഈ ചിങ്ങോലിയിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ ആ സമയത്ത് കഴിയുന്നുണ്ട്. അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇത് ചെയ്യുന്ന സമയത്താണ് ഈ മറ്റേ ഗർഭത്തിനെ പറ്റിയുള്ള എൻ്റെ എല്ലാ തീമും ജയശ്രീ മാറ്റി ആശുപത്രിയിലാക്കണം എന്ന് കാണുന്നത്. അപ്പോൾ ഈ ഹൗസ് സർജൻസി എന്ന് പറയുന്ന കാര്യം ആരംഭിക്കുക എന്ന് പറയുന്നത് തുടങ്ങുമ്പോൾ വളരെ കുറച്ച് കാശും കാര്യങ്ങളൊക്കെ ഉള്ളു. ഈ വരുമാനം എന്ന് പറയുന്നത് ഈ പുസ്തകം പ്രസിദ്ധീകരണം ആ സമയത്ത് നടക്കുന്ന കാരണം കൊണ്ട് അതിൻ്റെ വിൽക്കുന്ന കാശൊക്കെ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നടന്നിട്ടുള്ളത്. ജയശ്രീ പ്രസവിക്കുന്ന സമയം വരെ ഈ അമ്മയുടെ അച്ഛൻ്റെ അടുത്തൊക്കെ ഒന്ന് നമ്മളിത് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നില്ല. പ്രസവിച്ചതിന് ശേഷമാണ് അറിയിക്കുന്നത്. അപ്പോൾ ജയശ്രീ പറഞ്ഞത് ക്യാൻസറിനാണ് അതങ്ങനെ ചെയ്യാറുള്ളതെന്ന് പറയും. ആലോചിക്കുന്നേ ഇല്ല, നമ്മുടെ ജീവിതത്തിനകത്ത് ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ തന്നെ വരുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒന്നും ആലോചിച്ചിട്ടേ ഇല്ല. വരുമാനത്തിൻ്റെ ലോകങ്ങളും ഇല്ല, ഒരു യുക്തിയും ഇല്ലാത്ത ഒരു സ്ഥലമാണ്.